നല്ലതാ അല്ലേ ചേട്ടാ? അത്ര വേണോ? വേണ്ട. മോളെ അത്ര വേണം. ഏതാ അതിന്റെ ബ്രാൻഡ് ഉള്ളത്? പിച്ചിയുണ്ട്, ഹൂതുണ്ട്, ചന്ദനമുണ്ട്. അത് ഹൂതിൻ്റെയാണ്. ചേട്ടാ ഇതിനെന്താ വില? ഇത് 100 രൂപ മോളെ. ഇതിന് എടുത്തോട്ടെ. ഒരെണ്ണമല്ല, 2 എടുത്തു. രണ്ടെണ്ണം തന്നെ. ചേട്ടാ എറ്റണെല്ലാം ഉണ്ടോ? ഉണ്ടായിരുന്നു മോനെ, തീർന്നു പോയി. ആ കുഴപ്പമില്ല. വാ ഇരിക്കി, ചായ കുടിക്കാം. വേണ്ട മോനെ, വേണ്ട ചായ. ബാ ചേട്ടാ ഇരിക്കി. ചേച്ചി ഒരു ചായ. വരി. ചായ കുടിക്കട്ടെ. ആ ശരി മോനെ. കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട മോനെ, ഇത് തന്നെ ധാരാളം. ചേട്ടാ ചോദിക്കണമെന്ന് തോന്നുന്നു. ഇല്ല മോനെ, എനിക്ക് ചേട്ടനെ നല്ല പരിചയമുണ്ട് കണ്ടിട്ട്. ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. അടുത്തെവിടാ? ഞാൻ താമസിക്കുന്ന കായംകുളത്ത്. കായംകുളത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, സൂര്യ കോംപ്ലക്സ്, അതിൻ്റെ അടുത്താണോ? അതെന്റെയാ. ചേട്ടൻ്റെയോ? എന്നിട്ടാണോ ചേട്ടൻ ഈ അത്രയും വിറ്റ് കിടക്കുന്നത്? മോനെ ഇപ്പൊ അതെന്റെ അല്ല. അതെന്ത് പറ്റി ചേട്ടാ? ഇത് പറയാനൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉണ്ട് മോനെ. കേൾക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പറയാൻ ചേട്ടന് വിരോധമില്ലേ പറയാം. പറയാം. അല്ല, ഞാൻ കായംകുളത്തൊരു നല്ല കാശുകാരനായിരുന്നു. എനിക്ക് നല്ല ആസ്തി ഉണ്ടായിരുന്നു. ബിൽഡിങ്, പെട്രോൾ പമ്പ്, ഒത്തിരി ആസ്തി ഉണ്ടായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ കാനഡയിലും ഒരാൾ യൂറോപ്പിലുമുണ്ട്. പക്ഷെ അവിടെ മരുമക്കൾ വന്ന ശേഷമാണ് ചേട്ടന് ഈ അവസ്ഥ ഉണ്ടായത്. മക്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട് സ്വർഗ്ഗതുല്യമായിരുന്നു. മരുമക്കൾ വന്ന ശേഷം അത് നരകതുല്യമായി. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാതെ എൻ്റെ ജീവിതതുല്യം സ്നേഹിച്ച എൻ്റെ ഭാര്യ, അവിടെ പേര് എൻ്റെ സ്വത്തുക്കൾ മൊത്തം ഞാൻ എഴുതി വെച്ചു. അവളും അവരോടെ പോയി. എനിക്ക് കിടപ്പാടവും ഇല്ല, എൻ്റെ ഭൂമിയും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ അത്ര വിറ്റ് നടക്കുക മക്കളെ. അല്ല, അപ്പോൾ ചേട്ടന്റെ ഭക്ഷണവും കിടപ്പൊക്കെ എങ്ങനെയാ? ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിട്ട് കിടന്നു പോകുന്നു. ഭക്ഷണം ആരെങ്കിലുമൊക്കെ മേടിച്ചു തരും. പിന്നെ ഇങ്ങനെ അത്ര വിറ്റുന്ന കിട്ടുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകും. പിന്നെ ചേട്ടൻ കാശ് ചേട്ടൻ കൊടുത്തേക്കാം. വേണം, ഞാൻ കൊടുത്തോളാം കേട്ടോ. എന്നാൽ ഞാൻ പോട്ടെ, കച്ചവടം ഒന്നും നടന്നിട്ടില്ല. ബാ നിക്ക്, അത്രന്റെ പൈസ ഒന്നുമില്ലല്ലോ. ഇത്ര 200 അല്ലേ? ആ 200. ഇത് എന്റെ ഒരു സന്തോഷത്തിന്. വേണ്ട മോനെ, വേണ്ട. ചേട്ടന് വേണ്ട മോനെ, വേണ്ട. ഇത് വെച്ചോ. വേണ്ട മോനെ, ഇത് വെക്കേട്ടാ. ഇത് ഞാൻ സന്തോഷത്തോടെ തരുന്ന. വെച്ചോ, വേണ്ടെന്ന് പറയണ്ട, ഇരിക്കട്ടെ. മോനെ ഇതാട്ടാ, ഒരു കാര്യം പറയാനുണ്ട്, കേൾക്കാൻ മനസ്സ് കാണിക്കൂ. ചേട്ടൻ പറ. എന്താ മോനെ? പണവും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, മക്കളെ പഠിപ്പിക്കുക, ആഹാരം കൊടുത്ത് വലുതാക്കുക, അവരൊരു നല്ല നിലയിലെത്തിക്കുക. അവരുടെ പേരിലൊന്നും സ്വത്തുക്കളൊന്നും എഴുതി വെച്ചാൽ ഈ ചേട്ടൻ്റെ അവസ്ഥയാകും. മടിയിൽ കനമുണ്ടെങ്കിൽ നമുക്ക് എന്തുള്ളൂ. ആ ചേട്ടൻ പോട്ടെ. അത് വളരെ സന്തോഷം.